അസ്സലാമു അലൈക്കും. ഇന്ന് മലബാറുകാരുടെ സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്ത് വെച്ചത്, കരിവേപ്പില, കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും എല്ലാം ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് പൊടിച്ചെടുത്തതാണിത്. ഇനി പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിൽ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ആഡ് ചെയ്യുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് ചെറുതായിട്ട് വഴറ്റി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇത് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നന്നായിട്ട് വഴറ്റി വന്നതിനാൽ നമുക്കിതിലേക്ക് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടെടുത്താൽ മതി. നല്ലപോലെ മസാല ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യാതെയും ആക്കാം, പക്ഷേ ഫ്രൈ ചെയ്ത് ആക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് ഇട്ടുകൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരും, സാധാ ഉള്ളതിനേക്കാളും ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി വരണം. ഇതും കൂടി നന്നായിട്ട് മസാലയിൽ ചിക്കനും മസാലയിൽ മിക്സായിട്ട് വരണം. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട, കുറച്ച് മൈദ, ഒരു 1/2 കപ്പ് മൈദ, കുറച്ച് വെള്ളം, മുട്ടയും മൈദയും വെള്ളം എല്ലാം മിക്സ് ചെയ്തെടുക്കുക. നല്ല നേരിയ ബാറ്ററാക്കി എടുക്കുക. ഞങ്ങളുടെ മസാല റെഡിയായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ട് അത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം. ഇതിൻ്റെ ബാറ്റർ റെഡിയായിട്ടുണ്ട്. നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ട് ദോശ ഓരോന്നായി ചുട്ടെടുക്കുക. ഇനി ഒരു ബൗളിൽ 4 മുട്ട എടുത്തിട്ട് അതിൻ്റെ കൂടെ ഉപ്പും കുരുമുളകും മല്ലിയിലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. കുരുമുളക് എരിവ് വേണ്ടവർക്ക് കുറച്ചിടാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ ഗീ ഇട്ട് കൊടുക്കുക. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിൽ ഗീ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ദോശ വെച്ച് അതിന് മുകളിൽ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് ദോശ വെച്ച് ഓരോ ലെയറായിട്ട് ആക്കുക. ഇത് അടുത്ത ലെയറിൽ ചെയ്യുന്നതാണ്. ഇങ്ങനെ എത്ര ലെയർ ചെയ്യുന്നത്, 4 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലെയർ ചെയ്യുക. 5 6 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല തിക്കായിട്ട് കിട്ടും. ഇനി ബാക്കി വരുന്ന മുട്ട എടുത്ത് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ടോപ്പ് എടുത്ത് ക്ലോസ് ചെയ്തിട്ട് അതിന് ശേഷം ഒരു 15-20 മിനിറ്റ് വെച്ചാൽ നമ്മളെ ഇത് റെഡിയായി കഴിഞ്ഞ്. അപ്പം നമ്മളെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയ ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം.